LDF കൺവീനർ ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് പോകുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനുമായി വിദേശത്ത് വെച്ച് ചർച്ച നടത്തിയെന്നും സുധാകരൻ ആരോപിച്ചു. അതേസമയം പ്രകാശ് ജാവദേക്കറുമായി തന്റെ സാന്നിധ്യത്തിൽ ഇ പി കൂടിക്കാഴ്ച നടത്തിയെന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. ബിജെപിയിലേക്ക് പോകേണ്ട ആവശ്യം തനിക്കില്ല എന്നായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി. ബിജെപിയിലേക്ക് വരാൻ ചർച്ച നടത്തിയ നേതാവ് ജയരാജൻ തന്നെയാണെന്ന് ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് ബിജെപിയിൽ പോകുമെന്ന ശക്തമായ പ്രചരണത്തിനിടയിലാണ് കെ സുധാകരന്റെ വെടിപൊട്ടിക്കൽ. LDF കൺവീനർ ഇ പി ജയരാജൻ ബിജെപിയിൽ ചേരാൻ ഗവർണർ സ്ഥാനം വാഗ്ദാനം നൽകി ശോഭാ സുരേന്ദ്രനുമായും രാജീവ് ചന്ദ്രശേഖറുമായും ചർച്ച നടത്തിയെന്നാണ് കെ സുധാകരന്റെ ആരോപണം. ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട്. ബിജെപിയിലേക്ക് പോകേണ്ട ആവശ്യം തനിക്കില്ലെന്നും കെ സുധാകരനെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുമെന്നും ഇ പി ജയരാജന്റെ മറുപടി. പിന്നാലെ സുധാകരന് പരിഹാസം. എനിക്ക് BJPയിലേക്കും RSSലും പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്. എനിക്കൊന്ന് അൾഷിമേഴ്സ് ഉണ്ടോ അദ്ദേഹത്തിന്? എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ? എന്തോ ഒരു തകരാറുണ്ട് ഇപ്പോൾ. എന്നാൽ EPയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. പാർട്ടി കൊട്ടേഷൻ കൊടുക്കുമെന്ന് ഭയന്നാണ് ഇ പി ജയരാജൻ പിന്നോട്ടു പോയതെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം, സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും കൊട്ടേഷൻ കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ആ സംഘടനയെ ഭയപ്പെട്ടതുകൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ BJP ബന്ധം ആരോപിച്ച് ആരോപണ പ്രത്യാരോപണമാണ് ഉയരുന്നത്. വോട്ടെടുപ്പിന് ശേഷം ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നേക്കാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കണ്ണൂർ.